നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 364 എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 വർഷത്തോളം നീണ്ടുനിന്ന ഗാസ യുദ്ധം അവസാനിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. യുദ്ധത്തിന്റെ ഭീതികൾ എന്നാലും വിട്ടൊഴിയുന്നില്ല. യുദ്ധം എല്ലാ കാലത്തും നാശങ്ങൾ മാത്രമാണ് വരുത്തിവച്ചിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. നമ്മെ ഏവരെയും ലോകത്തെ മുഴുവൻ വ്യാകുലപ്പെടുത്തിയ ഒരു യുദ്ധം അല്ലെങ്കിൽ ആക്രമണം നടന്നുകൊണ്ടിരുന്നത് ഗാസയിലാണ്. ഗാസയിലെ കുരുതി, അത് യുദ്ധമെന്ന് പറയാൻ കഴിയില്ല. നിസ്സഹായരായ മനുഷ്യരെ ബോംബിട്ടും അല്ലാതെയും കൊലപ്പെടുത്തുന്ന, പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തുന്ന, കൊല ചെയ്യുന്ന, അത് യുദ്ധമല്ല. പക്ഷെ ഗാസയിൽ ആ നരഹത്യ അല്ലെങ്കിൽ വംശഹത്യ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനും ഇപ്പോൾ ഒരു അവസാനമായിരിക്കുന്നു. അത് 2 വർഷം നീണ്ടുനിന്ന അതിക്രൂരത നമ്മൾ ഗാസയിൽ കണ്ടത്. അതിന് അവസാനമായി ഇപ്പോൾ ഒരു സമാധാന കരാർ ഒപ്പിട്ടു. എത്ര കാലത്തേക്ക് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരു ശമനം അതിന് ഉണ്ടായല്ലോ എന്നുള്ളത് തന്നെ നമുക്കൊരു ആശ്വാസകരമായ കാര്യമാണ്. യുദ്ധത്തിൻ്റെ കാല ദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരത യുദ്ധം, പേര് തന്നെ വലിയ പേരാണ്, മഹാഭാരത യുദ്ധം എന്നാണ് പറയുന്നത്. അതിൻ്റെ ദൈർഘ്യം കേവലം 18 ദിവസമായിരുന്നു. 18 ദിവസം കൊണ്ട് നശിക്കേണ്ടതെല്ലാം നശിച്ചു. അത് ഒരു വലിയ ഇതിഹാസത്തിന് ഇതിഹാസ രചനയ്ക്ക് കാരണമായി തീർന്നു. ഇപ്പോൾ 1854 ക്രിമിയൻ യുദ്ധം നടന്നത്. ക്രിമിയ ഇപ്പോഴും പേര് നമുക്കറിയാം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും ക്രിമിയ എന്ന പേര് കേൾക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ മുറിവേറ്റവരെ പരിചരിക്കുന്നതിന് പോയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന യുവതിയാണ് ആധുനിക നഴ്സിംഗിന് തുടക്കം കുറിച്ചത് എന്നും നമുക്കറിയാം. പക്ഷേ ഈ ക്രിമിയൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യാനാണ് ആദ്യമായി ഒരു പത്രം, ലണ്ടനിലെ ദ ടൈംസ്, ഒരു റിപ്പോർട്ടറെ അയച്ചത്. യുദ്ധരംഗത്ത് പോയി നേരിട്ട് കണ്ട് വാർത്ത അയക്കാനുള്ള സൗകര്യമൊന്നും അന്നില്ല. പിന്നണിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ തപാലിൽ അയക്കും. അത് ലണ്ടനിൽ എത്തുമ്പോഴേക്ക് പ്രസിദ്ധീകരണ യോഗ്യം അല്ലാത്ത രീതിയിൽ പഴയ വാർത്തയായി മാറുകയും ചെയ്യും. എങ്കിലും അതാണ് അതിൻ്റെ തുടക്കം, 1854. പിന്നീട് നമ്മൾ 2ാം ലോകമഹായുദ്ധത്തിൽ ലെജൻഡറി എന്ന് വിളിക്കേണ്ടതായ പല യുദ്ധകാര്യ ലേഖകരെയും കണ്ടു. അവരുടെ ആരെല്ലാം വിസ്മയം ജനിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ വായിച്ചു. ഇപ്പോഴും അതൊക്കെ പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. അതിനുശേഷം വന്ന യുദ്ധങ്ങളിൽ, പ്രത്യേകിച്ച് വിയറ്റ്നാം, നീണ്ടുനിന്നൊരു യുദ്ധമായിരുന്നു. അവിടെയും അമേരിക്കയുടെ മാധ്യമ സാന്നിധ്യം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലില്ലാതെ, നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ യുദ്ധമായിരുന്നു വിയറ്റ്നാം യുദ്ധം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഫലവും ഉണ്ടായിട്ടുണ്ട്. വാൾട്ടർ ക്രോങ്കൈറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള വളരെ അമേരിക്കയിൽ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമ പ്രവർത്തകർ, ടെലിവിഷൻ ജേർണലിസ്റ്റുകൾ, അവർ വിയറ്റ്നാമിലെത്തി അവിടെ കണ്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, മൈലായി കൂട്ടക്കൊല പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് വിയറ്റ്നാം യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ വലിയ തോതിലുള്ള പൊതുജനാഭിപ്രായം ഉണ്ടായത്. അത് വാസ്തവത്തിൽ അമേരിക്കയെ ആ യുദ്ധത്തിൽ നിന്ന് പ്രേരിപ്പിച്ചതിൽ അത്തരം വാർത്തകൾക്ക്, മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇറാഖ് യുദ്ധമൊക്കെ വന്നപ്പോൾ, അപ്പോഴേക്ക് ഈ വാർ റിപ്പോർട്ടിങ്ങിൻ്റെ ഒക്കെ ആ ഒരു അവസ്ഥയിൽ വലിയ മാറ്റം വന്നു. ബാഗ്ദാദിൽ അമേരിക്കയുടെ ബോംബ് വർഷം ആരംഭിച്ച ആ രാത്രിയിൽ അന്ന് ലോകം മുഴുവൻ നടുക്കത്തോടെ, ഭീതിയോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നപ്പോൾ, പുറത്ത് ബോംബുകൾ വീണ് പൊട്ടുന്ന, തീ പടരുന്ന ആ രാത്രിയിൽ പീറ്റർ ആർനെറ്റ് എന്ന റിപ്പോർട്ടർ അതിന് മധ്യേ നിന്നുകൊണ്ട് ബെർണാഡ് ഷാ എന്ന ക്യാമറാമാനുമൊത്ത് ഒരു യുദ്ധം ലൈവ് ആയി വീടുകളിലേക്ക്, അമേരിക്കയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടായി.
അത് ഒരു മഹാത്ഭുതമായിരുന്നു. ആ മഹാത്ഭുതത്തിലൂടെയാണ് CNN എന്ന വാർത്താ ചാനൽ ഖ്യാതിയാർജിച്ചത്. അതിന് അമേരിക്കയുടെ മാധ്യമരംഗത്ത് ഒരു ഇടം ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട്, യുദ്ധം എന്നത് എപ്പോഴും സംഹാരാത്മകമായ പ്രവൃത്തിയല്ല, അതിലുമുണ്ടൊരു ക്രിയേറ്റിവിറ്റി. എല്ലാ രംഗങ്ങളിലും, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മാധ്യമരംഗത്തും അങ്ങനെ പല പല രംഗങ്ങളിലും വലിയ തോതിലുള്ള സർഗാത്മകമായ പ്രവർത്തനത്തിന് കാരണമായിത്തീരുന്ന ഒന്നുകൂടിയാണ് നാം എല്ലാം വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത യുദ്ധം എന്നുകൂടി പറയേണ്ടി വരും. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ പലസ്തീൻ അംബാസിഡർ അബു ഷിവേഷുമായി വെങ്കിടേഷ് രാമകൃഷ്ണൻ നടത്തിയ അഭിമുഖം കാണാം. What are your impressions of Kerala, especially the kind of solidarity that we Keralans have been giving to the people of Gaza and Palestine? Good evening. Allow me to start, of course, by thanking Kerala Academy for inviting me and inviting many of the brilliant and very prominent figure to be here yesterday and today, and all of these activities very important. And when we talk about media, I used to say that media can hang the balance, especially not only for us as a Palestinian, but worldwide. Media can create the peace, promote the peace, or ignite the war. So that at your hands, our future as a human being is lying. So light in your hand, our future being, our human future is at your hands. And we trust that every honest journalist will lead us as a will lead the collective human effort toward peace and prosperity. When you mentioned my family sacrifice, I used to say that because I born in a refugee camp in Gaza. And when we talk about refugee camp, I used to say also my late father, Muhammad, was born in our original village, Barga. This means that we had our original villages, towns, cities that we expelled and ethnically cleansed from it in 1948 by establishing, of course, the State of Israel. And we expelled from our homeland after tens, hundreds of terror acts conducted against the innocent Palestinian people. And all of this is documented, but again, the media did not give us the chance to talk about our story and the original root of all of the misery that we are enduring right now. So that I born in a refugee camp, likewise all of my Abu Shawish family. And we lost a lot, likewise every single Palestinians. So the main question that if anyone wants to ask it to any Palestinian, in particular if he's from Gaza, is to ask him, not to ask him, did you lost any of your relevant, but the question should be, how many one of your relevant did you lost? This is very important for me to start by it. Because again, I am at the hand of the upcoming, of course, the brilliant and the patron and the well-expert journalist, but also at the hand of the whom will go to be a journalist. And I trust that all of you will be a very prominent figure in journalism and media itself. Well said, Ambassador. So let me come to one of the most important questions that is, of course, engulfing the Palestinian issue right now. Now, after many flips and flops, the US President Donald Trump has come up with yet another new proposal saying that this should end Gaza's conflict. What do you think about it openly? Yes, just 2 days ago, President Trump issued a plan to end the conflict in Gaza. Title itself
the devil in the title. It's not conflict. Is it conflict? It's war on Gaza. The Israeli war in Gaza. The Israeli fully supported by the United States of America and other many complicit countries war on Gaza. It's genocide on Gaza. Then the war converted to become genocide. Textbook genocide, and this is not our wording, this is the United Nations wording. So when you say conflict, not war, this means from the title you can read that it's to some extent. We need to dig and to consider every single word written there. Because I serve in the United Nations for 8 years. Yeah. And the very first lesson that I learned it from an Indian colleague, wording, the very first lesson that I learned it, again from Indian colleagues, was wording have a meaning. So there is a big difference between comma or semicolon. I did not know that, but I learned it. So before we tackle the Trump plan to end the conflict in Gaza, we should read it very carefully. So more and more people are looking at history, and how do you look at the positions taken by the governments of Europe and the kind of new support that they are giving to Palestine? What is your take on that? Indeed, yes, you rightly mentioned, or you want to say about the recent tsunami of recognition of a state of Palestine, which rooted deeply in many things. First and foremost, we should say that just 2 weeks ago, before the tsunami was started or erupted, 149 states was recognized the state of Palestine. India was recognized the state of Palestine in 1988. So this tsunami, this new country came after 37 years after India recognized the state of Palestine. It's late, but it's happening. It happened by the end of the day. India was invested in the peace process 37 years ago. Then they follow. Likewise, it's a positive move, very positive move, and it is because the international community started to realize that this war is not because the hostages or October 7th, it goes beyond, much beyond that. This war is to expel the Palestinian people from their historical land. This war to serve only one goal: annihilate, expel it's a declared war goal by Israel itself. We, the Palestinian, between the river and the sea in the historical land of Palestine, became 7 million people, 7 million. And the Israeli Jewish also 7 million. This is existential threat according to Israel. I want you to remember just 4 days ago when Ibrahim, the Israeli, and I like to say that, fugitive from justice. Absolutely. He's fugitive. This is not our word. This is the ICC. It's not ours. He's a fugitive from wanted man. When he mentioned in his speech before the General Assembly, which left by 77 countries, lifted his speech, when he mentioned one very dangerous war, but no one know about it. It's a secret code in Israel. Finish the job. He mentioned it. Finish the job. Finish the job in Israel mean that expelling or repeating the other Nakba for the Palestinian. കായിക വാർത്തകളിൽ പത്രത്തലക്കെട്ടുകളെ എങ്ങനെ ആകർഷവും വ്യത്യസ്തവുമാക്കാം എന്നത് സംബന്ധിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് സംസാരിക്കുന്നത്. കാണാം. പത്രവായന രസകരമാക്കുന്നത് എഴുത്തിൻ്റെ ശൈലിയാണ്. രസകരമായ എഴുത്തിനർത്ഥം രസകരമായ വായന എന്നാണ്. പലപ്പോഴും ഈ രസത്തിൻ്റെ രുചിയുടെ ആദ്യ അനുഭവം നമുക്കുണ്ടാകുന്നത് തലക്കെട്ടുകളിലൂടെയാണ്. സമീപകാലത്ത് നടന്ന ചില അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ ഇത്തരം രസകരമായ ശീർഷകങ്ങൾക്ക് കാരണമായിരുന്നു.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിന് മുമ്പ് സാധാരണമായി നടക്കുന്ന ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അത് ഇന്ത്യ ബഹിഷ്കരിച്ചു. അതേക്കുറിച്ച് ഒരു പത്രം എഴുതിയത് അയൽവാശി എന്നാണ്. രണ്ട് അയൽക്കാർ തമ്മിൽ വാശി കാണിക്കുമ്പോൾ അതിനെ അയൽവാശി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? നേരത്തെ തന്നെ സമ്മാനദാന ചടങ്ങിൽ ബഹിഷ്കരണം നടന്നിരുന്നു. അതേക്കുറിച്ച് പല വാർത്തകളും വന്നിരുന്നു. അത് കളിക്കളം വിട്ട് ആ വിഷയം പുറത്തേക്ക് പോയി വലിയ വിവാദമായി എന്നൊക്കെയായിരുന്നു വന്നത്. കളം വിട്ട് കളി എന്നായിരുന്നു ഒരു പത്രം എഴുതിയത്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഒരെണ്ണം ഈയിടെ കണ്ടിരുന്നു. അതിൽ കണ്ടത് ചില ഒഴിവുകളിലേക്ക് സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പകരമായി ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും പുരുഷന് ആ ജോലി നൽകാമെന്നായിരുന്നു. ഇതേക്കുറിച്ച് ചിലർ അപവാദമൊക്കെ ഉന്നയിച്ചെങ്കിലും ഒരു പത്രത്തിൽ രസകരമായ ശീർഷകം കണ്ടു: കുടുംബശ്രീമാൻ. എഴുത്തും തലക്കെട്ടുമൊക്കെ മികച്ചതാക്കാൻ നോക്കുന്ന ശ്രമങ്ങൾ പലപ്പോഴും കളിക്കളത്തെക്കുറിച്ചുള്ള എഴുത്തിലാണ് കാണാറുള്ളത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഏഷ്യ കപ്പ് നേടിയപ്പോൾ ഇതുപോലുള്ള രസകരമായ ഒരുപാട് ശീർഷകങ്ങൾ കാണാനിടയായി. 3-ാം തവണയും പാക് വധം എന്നൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു. ഇത് കളിയല്ല, മറ്റെന്തോ യുദ്ധമാണ് എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ വിക്ടറി എന്ന് ഒരു പത്രം ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. ചില കളിക്കാർ അവർക്ക് കിട്ടിയ പ്രതിഫലം സൈനിക ക്ഷേമത്തിനായി സംഭാവന ചെയ്തതിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊക്കെ ഇതിനെ താരതമ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിന്ദൂരവും തിലകവുമൊക്കെ ഈ ക്രിക്കറ്റ് എഴുത്തിൻ്റെ ഇടയിലും കയറി വന്നിരുന്നു. തിലകം തൊട്ട് ഇന്ത്യ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. ഇന്ത്യക്ക് ഏഷ്യൻ മുത്തം എന്ന് എഴുതിയ പത്രം അകത്ത് വിജയ തിലകമെന്ന് കൊടുക്കാൻ മറന്നില്ല. അഭിഷേക് ശർമ്മയുടെ കളി ഗംഭീരമായതുകൊണ്ടാവാം ഇന്ത്യക്ക് വിജയാഭിഷേകം എന്ന് പറയുന്നുണ്ടായിരുന്നു. കിരീട തിലകമെന്നും ഒരു പത്രം ഈ കളിയെക്കുറിച്ച് എഴുതി കണ്ടിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ ക്രിക്കറ്റിൽ തോൽപ്പിച്ചപ്പോൾ അവിടെയും വെസ്റ്റ് ഇൻഡീസുമായി ബന്ധപ്പെട്ട ഒരു ശീർഷകം കണ്ടിരുന്നു: വിൻ DC എന്ന മട്ടിൽ. അതായത് വിൻ ഈസി എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 2 തരത്തിലുള്ള മഷി കൊണ്ട് അച്ചടിച്ചപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതിനെ മറ്റൊരു പത്രം ദ ഗ്രേറ്റ് ഇന്നിങ്സ് വിക്ടറി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്. മലയാളം പത്രമാണ്, പക്ഷേ ശീർഷകത്തിൽ ഇംഗ്ലീഷാണ് പറയുന്നത്. സ്ഥലപ്പേര് മാത്രമല്ല ഇത്തരം വാർത്തകളിൽ തിളങ്ങുന്നത്, കളിക്കാരുടെ പേരും ശീർഷകങ്ങൾക്ക് കാരണമായിട്ട് വരുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഈയിടെ ഏറ്റവും കൂടുതൽ കണ്ടത് അഭിഷേക് ശർമ്മ എന്ന പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അഭിഷേകിൻ്റെ മികച്ച പ്രകടനം കണ്ടപ്പോൾ അഭിമാൻ എന്ന് ഒരു പത്രം എഴുതി കണ്ടു. ഒരിടത്ത് അഭിഷോ എന്ന് കണ്ടു, അതായത് അയാളുടെ ഷോ തന്നെയായിരുന്നു എന്ന മട്ടിൽ. ഈ പേരൊക്കെ ഒരുവിധം സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരുവിധം ചേരും എന്ന് പറയാം. എന്നാൽ ചില സമയത്ത് വല്ലാത്ത രീതിയിലുള്ള കണ്ടെത്തലുകൾ കൊണ്ടുവരാറുണ്ട്. വൈഭവ് എന്നു പേരുള്ള ഒരാൾ 6 അടിച്ചപ്പോൾ വൈഭവ് 6 വംശി എന്നൊക്കെ എഴുതി കണ്ടു. അതിലൽപ്പം കടന്ന കൈയായിട്ട് തോന്നിപ്പോയി. കാരണം ചിലതൊക്കെ സ്വാഭാവികമായിട്ടുള്ളത് രസകരമായി തോന്നും. ഏച്ച് കെട്ടിയത് മുഴച്ചു തന്നെ നിൽക്കും. ശുഭ്മാൻ ഗിൽ എന്ന കളിക്കാരൻ ഏകദിന ടീമിൻ്റെ കൂടെ ക്യാപ്റ്റനായപ്പോൾ അത് വലിയ വാർത്തയായി എന്ന് മാത്രമല്ല, ആ വാർത്തയിലൊക്കെ ഒന്നുകിൽ ശുഭം അല്ലെങ്കിൽ ഗിൽ ആയിരുന്നു താരം. ക്ലാസ് ഗിൽ എന്ന് ഒരു പത്രത്തിൽ കണ്ടു. മറ്റൊരിടത്ത് ശുഭം മാൻ എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ അത് കണ്ടാൽ ശുഭമാൻ എന്ന് വായിക്കണം, ശുഭം എന്ന് വായിക്കാം. മൊത്തത്തിലൊരു അവിയൽ പരുവം. ശുഭ് എന്നിടത്ത് ചന്ദ്രക്കല ഇട്ടതിന് ശേഷം പിന്നീട് അനുസ്വാരം ഇടുന്നതിൻ്റെ ഒരു യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. തമാശയ്ക്ക് വേണ്ടിയോ കൗതുകത്തിന് വേണ്ടിയോ എന്തെഴുതിയാലും അതിനകത്ത് യുക്തിയുടെ ഒരു അംശമെങ്കിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ യുക്തിയുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രതിമയുടെ കാര്യം കൂടി പറയാതെ നിർവാഹമില്ല. മുൻ രാഷ്ട്രപതി യശശരീരനായ KR നാരായണൻ്റെ പ്രതിമ കേരള രാജ്ഭവനിൽ സ്ഥാപിക്കുന്നതാണ് വാർത്ത. അവിടെ പ്രതിമയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ആ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ ഒരാളാണ് പോലും അത് ഉണ്ടാക്കിയത്. ഈ ഫൈനാൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യമാണ്. ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫൈൻ ആർട്സ് കോളേജ് അഥവാ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം എന്ന സ്ഥാപനമായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാതെ പ്രതിമ ഉണ്ടാക്കുന്നത് ഫൈനാൻസിൻ്റെ പണിയല്ലല്ലോ. ചില ശീർഷകങ്ങളും വാർത്തകളും നമ്മളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഒളിമ്പിക് ജേതാവായ നീരജ് ചോപ്ര 8ാം സ്ഥാനത്തേക്ക് താഴ്ന്നു പോയത് എല്ലാവരിലും നിരാശയുണ്ടാക്കി. പക്ഷേ ഇതൊക്കെ കളിയിൽ സ്വാഭാവികം മാത്രമാണ്. എങ്കിലും ഈ നിരാശ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. ത്രോ ഡൗൺ എന്നായിരുന്നു ഒരു പത്രം അതിന് ശീർഷകം നൽകിയത്. നിരാശ നിറഞ്ഞ ആ ശീർഷകം കണ്ടപ്പോൾ ഓർത്തുപോയത് ഒളിമ്പിക്സിൽ നീരജിൻ്റെ പ്രകടനം കണ്ട് പത്രങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തിയതാണ്. പൊന്നേറ് ചരിത്രോ എന്നായിരുന്നു ഒരു പത്രം എഴുതിയത്. അതായത് എറിയുന്ന ഏറ് അത് പൊന്നേറായിരുന്നു, ഒരു ചരിത്രത്തിലേക്ക് എറിഞ്ഞ ഒരു ത്രോ ആയിരുന്നു എന്നുള്ള മട്ടിൽ ഒരു കോയിനേജാണ് പൊന്നേറ് ചരിത്രോ എന്നത്. ധീരം നീരജ് എന്നൊക്കെ എഴുതിയിരുന്നു.
നീ രജതം എന്നൊക്കെ പത്രങ്ങൾ എഴുതിയിരുന്നു. അതൊക്കെ ഒരു കാലം. ഒരു പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അതൊക്കെ മറന്നിട്ട് ആ നിരാശയെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു രീതി പതിവാണ്. ത്രോ ഡൗൺ എന്ന ശീർഷകം കണ്ടപ്പോൾ തോന്നി വാർത്തയും വിജയിക്കുന്നവർക്കൊപ്പമേ നിൽക്കാറുള്ളൂ. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ അതുൽ നെർഗർ അവതരിപ്പിച്ച സംഗീത പരിപാടിയുടെ പ്രസക്ത ഭാഗത്തോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകൂ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകൂ. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി തയ്യേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തയ്യേ. ഒരു താളത്തിൽ കൈയടിച്ചു റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. 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 പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കേട്ട് ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി തയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി തയ്യേ. എന്നിട്ടും പാടാണ്ടിരിക്കാം വയ്യടി തയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാം വയ്യടി തയ്യേ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. തനതിന്ത താനതന്തിന തന്തിന്നോ താനേ തെയ്യം തെയ്യം തകതിന്തിന്നോ. എല്ലാവരും കൂടി താളത്തിൽ കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകോ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകോ.